നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ, പാമ്പ് ഉറക്കത്തിൽ സ്വപ്നമായി വരുന്നത് എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ അത് ദോഷത്തെ സൂചിപ്പിക്കുന്നു എന്ന്. ഇനി ഇതൊരു ദൈവസൂചനയാണോ, അതോ നമ്മുടെ മനസ്സിന്റെ കളിയാണോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം പാമ്പിനെ സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്. എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് സ്വപ്നം? സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഉറക്കത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണല്ലേ. നമ്മൾ ദിവസം മുഴുവനും ചിന്തിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലെ പേടി അല്ലെങ്കിൽ വിഷമം, ഇതൊക്കെ തന്നെയും സ്വപ്നമായി വരാം. സൈക്കോളജി പ്രകാരം സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ റിഫ്ലക്ഷൻ ആണ്. ഇനി പാമ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഉള്ളിലെ പേടി അല്ലെങ്കിൽ ഭയം. നിങ്ങൾക്ക് ഉള്ളിലൊരു പേടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അത് പാമ്പിന്റെ രൂപത്തിൽ സ്വപ്നമായി വരാം. 2, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു വഞ്ചന നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അത്തരം സന്ദർഭങ്ങളിലും ഇത്തരത്തിൽ പാമ്പിനെ സ്വപ്നം കാണാറുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മാറ്റത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നതുമാകാം. ചില അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, അതായത് ഹിഡൻ ഇമോഷൻസ്, ഇതും പാമ്പിന്റെ രൂപത്തിൽ വരാറുണ്ട്. ചില ഇമോഷൻസ്, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ചില അടിച്ചമർത്തപ്പെട്ട ഇമോഷൻസിനെ നമ്മൾക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റാതെ വരുമ്പോൾ അത്തരത്തിൽ പാമ്പിന്റെ രൂപത്തിൽ സ്വപ്നമായി വരുന്നു. പലപ്പോഴും നമ്മൾ ഈ സെക്ഷൽ ഡിസയറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പാമ്പിന്റെ സ്വപ്നത്തെ പറയുന്നത്. അതൊരു കാരണമാണ്, ഇല്ല എന്നല്ല, അതൊരു കാരണമാണ്. പക്ഷെ മറ്റ് പല കാരണങ്ങൾ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഭയം അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ്, നിങ്ങളുടെ ഒരു ഗ്രോത്തിന്റെ ഭാഗമായിട്ടാകാം, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ടാകാം. ഈ വക കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്ത്രീകളാണ് പലപ്പോഴും പാമ്പിന്റെ സ്വപ്നം കൂടുതലായി കാണുന്നത്. കാരണം സ്ത്രീകൾ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണല്ലേ. അതുകൊണ്ട് തന്നെ സ്ട്രെസ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റി, കുടുംബ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ഈ സ്നേക് ഡ്രീം ആയിട്ട് റിഫ്ലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി എല്ലാ പാമ്പ് സ്വപ്നങ്ങൾക്കും ഒരേ അർത്ഥമല്ല. നമ്മൾക്കതൊന്ന് നോക്കിയാലോ. നമ്മളെ പാമ്പ് കടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ പേടിയെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള സ്ട്രെസ്സിനെ സൂചിപ്പിക്കുന്നു. ഇനി പാമ്പ് നമ്മളെ പിന്തുടരുന്ന പോലെയാണ് കാണുന്നെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുന്ന ആ പ്രശ്നമായിരിക്കാം. ആ പ്രശ്നമായിരിക്കാം പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ടുള്ളത്. പാമ്പിനെ ശാന്തമായി കാണുന്നുണ്ടെങ്കിൽ അത് ഒരു അവയർനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചേഞ്ച്. ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു ചേഞ്ചിന്റെ തുടക്കമായിരിക്കും. പാമ്പിനെ സ്വപ്നം കണ്ടത് കൊണ്ട് പേടിക്കൊന്നും വേണ്ട, പക്ഷെ ഒരു മുൻകരുതൽ ആവശ്യമാണ്. നിങ്ങളുടെ മൈൻഡ് എന്തോ ഒരു പ്രശ്നത്തിലാണ്. അത് ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കാം, നിങ്ങളുടെ ഓവർ തിങ്കിങ് ആയിരിക്കാം, ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം, കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നിങ്ങളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനുള്ള വഴികൾ നോക്കുക. ഓവർ തിങ്കിങ് ഒന്ന് കുറയ്ക്കുക. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ്, ആരെ വിശ്വസിക്കണമെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ഈ വക സ്വപ്നങ്ങളും മാറിക്കോളും. എൻ്റെ അടുത്തൊരു കേസ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പേര് മീന എന്നാണ്. ആൾക്ക് 33 വയസ്സാണ്. ആളുടെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. ആൾ ഇതുപോലെ സ്വപ്നം നിരന്തരമായിട്ട് ഒരു കറുത്ത പാമ്പ് ആളെ ഇങ്ങനെ ചേസ് ചെയ്യുന്നത് പോലെ, കടിക്കാൻ ഓടിക്കുന്ന പോലെ ഒക്കെ ആൾ കാണുന്നു. ആൾക്കത് അതിൽ നിന്നൊരു മോചനമില്ല. ഇത് പറഞ്ഞപ്പോൾ 1-2 ആൾക്കാർ പറഞ്ഞത് സെക്സ് ഡിസയറുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവർ ചിരിച്ച് തള്ളി. അപ്പോൾ പുള്ളിക്കാരി വരുമ്പോൾ എന്നോട് പറയാൻ തന്നെ ഒരു ചെറിയൊരു ചമ്മല് പോലെയൊക്കെ ആയിരുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അത് നാണിക്കേണ്ട കാര്യമില്ലല്ലേ. അപ്പം ഞാൻ നോക്കുമ്പോൾ ആൾക്ക് ഓഫീസിൽ പ്രശ്നമുണ്ട്, വീട്ടിൽ പ്രശ്നമുണ്ട്, റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട്. കുറേ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ആയി എന്നുള്ളതാണ്. ആൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ആളത് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ പേർക്ക് ഈ പാമ്പിനെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. ഈ ഒരു കേസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. കാരണം ഒരുപാട് പേരും വിചാരിക്കുന്നത് ഈ ഒരു സെക്ഷൽ ഡിസയറിന്റെ ഒരു ഭാഗമായിട്ടാണ് പാമ്പിനെ സ്വപ്നം കാണുന്നത് എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല. അത് മാത്രമല്ല കാരണം എന്ന് പറയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. മീന ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്തരത്തിലൊരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ
അതൊരു വാർണിംഗ് ആണ്. നിങ്ങൾ എന്തോ ഒരു സ്ട്രെസ്സിൽ പെട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ സെക്ഷൽ ഡിസയർ കൊണ്ടും ആയിരിക്കാം, അതുമായി കണക്ഷൻ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അതായിരിക്കാം. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. കൂടുതലായിട്ടും ഈ ഒരു സ്ട്രെസ് കൊണ്ടും അതുപോലെ ഇമോഷണൽ ക്ലോസ്നെസ്സിന്റെ ഒരു ആവശ്യം വരുമ്പോഴും അതുപോലെ എന്താ പറയണ്ടേ, ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വരുമ്പോഴും പേടി വരുമ്പോഴും ഒക്കെയാണ് ഇത്തരത്തിൽ പാമ്പിനെ സ്വപ്നം കാണുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴും ഇത്തരത്തിൽ പേടിക്കുന്ന, ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അതൊരു മുന്നറിയിപ്പായിരിക്കും. അത് നിങ്ങൾ പേടിക്കാനുള്ളതല്ല, പകരം നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു മുന്നറിയിപ്പായിരിക്കും അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ. ഇത്തരത്തിൽ പാമ്പിന്റെ സ്വപ്നം കാണുന്നത് കൊണ്ട് ശാപമാണ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ശാപമൊന്നുമല്ല. ഞാൻ പിന്നെയും പറയുന്നു, പാമ്പ് സ്വപ്നം സെക്ഷൽ എനർജിയുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിലും അത് മാത്രമല്ല റീസൺ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെസ്സോ നിങ്ങളെ ആരോ വഞ്ചിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ സ്വപ്നമായിട്ട്, പാമ്പിന്റെ സ്വപ്നമായിട്ട് വരാറുണ്ട്. ചില പ്രശ്നങ്ങൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പാമ്പിന്റെ സ്വപ്നമായി വരാറുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുക, പാമ്പിന്റെ സ്വപ്നം കാണുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുക, നിങ്ങളുടെ ഓവർ തിങ്കിങ് കുറയ്ക്കുക, നിങ്ങൾ കുറച്ചും കൂടെ മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദമാണ് അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.